ഇന്ന് ഞായറാഴ്ചയായിട്ട് ഞാൻ ക്ലീനിങ് ആട്ടോ അടുക്കള. അപ്പോൾ ഇതേ ഗ്യാസ് അടുപ്പൊക്കെ ക്ലീനാക്കി. ഇനി ഇതേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മമ്മിക്ക് ഇതേ പാത്രങ്ങളൊക്കെ ഇതൊന്ന് അടുക്കി പെറുക്കിയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഇത് വേണ്ട മമ്മി ചക്കട ഉണ്ടാക്കുകയാണ്. ഇത്രയായി. ഇനി ചക്കട വൈകുന്നേരത്തേക്ക് ഉണ്ടാക്കണം. അതുപോലെ ഉണ്ടല്ലോ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളിതേ ഇങ്ങനെ അടുക്കളയുടെ ജനലൊക്കെ തുറന്നിടണം കേട്ടോ. ഞാൻ ഇന്നലെ വായിച്ചതാണേ, അൽഷിമേഴ്സ് വരുമെന്ന്. നമ്മൾ ഈ അടുക്കളയിൽ നിന്ന് നമ്മൾ വിറകടുപ്പിലെ കൂടുതൽ കേട്ടോ പുക ശ്വസിച്ച് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് വരും. അപ്പോൾ എല്ലാവരും അടുക്കളയുടെ ജനലൊക്കെ ഉണ്ടെങ്കിൽ അടുക്കള ജനൽ തുറന്നിടുക, അല്ലെങ്കിൽ എക്സോസ്റ്റ് ഫാനൊക്കെ ഒന്ന് ഓണാക്കിയിടണം കേട്ടോ പാചകമൊക്കെ കഴിയുമ്പോഴും. പിന്നെ പുക ഒട്ട് ശ്വസിക്കരുതേ. നമ്മൾ വീട്ടമ്മമാരോടായിട്ട് തന്നെ ഞാൻ പറയണത്. കാരണം നമ്മൾ നമ്മുടെ ആരോഗ്യം നോക്കണം. ഓർമ്മക്കേട് വന്നാലുള്ള സ്ഥിതി ഞാൻ നല്ലോണം അനുഭവിക്കുകയും, ഞങ്ങളുടെ ഡാഡിക്ക് അൽഷിമേഴ്സ് ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളെ നോക്കാനേ. അപ്പം എല്ലാവരും എന്താ പറയുക, ജനലെല്ലാം തുറന്നിടണം. അതുപോലെ വായുസഞ്ചാരമുള്ള വീടുകൾ പണിയണവർ നല്ലോണം എന്താ പറയുക, എയർ ഹോളുകളൊക്കെ ഉണ്ടാക്കുക. നല്ല എപ്പോഴും നല്ല ഒരു എന്തെന്ന് പറയണത്, ഈ പാചകം ചെയ്യുമ്പോൾ പുകയിൽ അടുപ്പുണ്ടാക്കുക. പിന്നെന്താ, പുകകൾ ശ്വസിക്കരുത് കേട്ടോ. പ്ലാസ്റ്റിക് വേണ്ട. അതേ മമ്മിയൊന്നും ഒട്ടും പ്ലാസ്റ്റിക് കത്തിക്കില്ല. ഞാൻ തന്നെ കത്തിക്കണമെന്ന് വിചാരിച്ചാൽ പോലും മമ്മി പറയും വേണ്ടാന്ന് പറയും. അപ്പം അതെല്ലാം നമ്മൾ നോക്കണം. ശരിയാണ്. കാരണം ഞാൻ അനുഭവിക്കുക. കാരണം എൻ്റെ മോൻ എൻ്റെ ചെറുപ്പത്തിൽ ഭയങ്കര ശ്വാസമുട്ട് അനുഭവിച്ചതാണ് കൊച്ചിന്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എറണാകുളത്ത് ഭയങ്കര സിറ്റിയുടെ ഉള്ളിൽ താമസിച്ചിട്ടുണ്ട് ആ സമയത്ത്. ഞങ്ങൾക്ക് ഇപ്പോൾ നല്ലോണം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. അപ്പോൾ എല്ലാവരും അടുക്കള ജനലൊക്കെ തുറന്ന് നല്ല, അതുപോലെ ഒരു റേഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ റേഡിയോ ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് പാചകം ചെയ്യാട്ടോ. അപ്പോൾ ഹാപ്പി കുക്കിംഗ്.